ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇത് ഞങ്ങളുടെ ജയ്പൂർ ട്രിപ്പിലെ ഡേ 2 കുറിച്ചുള്ള വീഡിയോ ആണ്. ക്ലബ് മഹീന്ദ്രയുടെ ജയ്പൂരുള്ള നേച്ചർ റിസോർട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇന്നലെ ചൗക്കിദാനി എല്ലാം കറങ്ങി ഞങ്ങളിവിടെ എത്തുമ്പോഴേക്കും 11:30 കഴിഞ്ഞിരുന്നു. ആ സമയത്ത് റിസോർട്ടിന്റെ പരിസരം ഒന്നും കാണാൻ പറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് രാവിലെ തന്നെ ഈ ഒരു റിസോർട്ടിന്റെ പ്രെമിസസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്ന് കരുതി ഇറങ്ങിയതാണ്. നേച്ചർ റിസോർട്ട് എന്ന പേര് പോലെ തന്നെ കംപ്ലീറ്റ്ലി ഒരു നാച്ചുറൽ സറൗണ്ടിങ്ങിൽ തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു റിസോർട്ടാണിത്. ഈ ഒരു ഏരിയയിൽ ഇവിടുത്തെ കിച്ചണിലേക്ക് ആവശ്യമുള്ള ചിലതരം വെജിറ്റബിൾസ് ഒക്കെ കൃഷി ചെയ്യുന്നത് കണ്ടു. ഇവിടെ 3 തരം സ്വിമ്മിംഗ് പൂളുകളാണ് ഉള്ളത്. കുറച്ചു പേരവിടെ പൂള് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാതെ നേരെ ഈ വാട്ടർ ഹൗസസ് എന്നുള്ള ഒരു ഏരിയയിലേക്കാണ് വന്നത്. ഇവിടെയുള്ള ഇൻഡിവിജ്വൽ കോട്ടേജസ് ഒരു വെള്ളത്തിന്റെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ റിലാക്സിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ വില്ലാസിലും പ്രൈവറ്റ് പൂൾസും ഉണ്ട്. പീക്ക് സീസൺ ടൈം ആയത് കാരണം മോസ്റ്റ് ഓഫ് ദ വില്ലാസ് എല്ലാം ഓക്യുപ്പൈഡ് ആയിരുന്നു. അവിടുന്ന് ഈ ഒരു ഗസീബോയിലേക്കാണ് വന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചുറ്റുമുള്ള ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ കാണാൻ വളരെ മനോഹരമായിരുന്നു. ഇതാണ് ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റി ആയ ട്രീ ഹൗസസ്. നാച്ചുറലായി വളർന്നു നിൽക്കുന്ന വലിയ മരങ്ങൾക്ക് ചുറ്റുമായിട്ടാണ് ഈ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇത്രയും വലിയ പ്രോപ്പർട്ടി ആയിട്ട് പോലും ഇവിടെ എല്ലാം നല്ല വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മുയലുകളെയും അരയന്നങ്ങളെയും ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വളർത്തുന്നത് കണ്ടു. അങ്ങനെ നടന്ന് ഇവിടുത്തെ 3ാമത്തെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് ഞങ്ങൾ എത്തി. ഇനിയും കാണാൻ ഒരുപാട് ഭാഗങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഡ്രൈവർ പിക്ക് ചെയ്യാനായിട്ട് വരുമെന്ന് പറഞ്ഞ സമയമാവാറായി. അതുകൊണ്ട് തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് എത്തി ഫ്രഷപ്പ് ആയതിനു ശേഷം അവിടെ നിന്ന് പുറപ്പെട്ടു. ഓൺ ദ വേ ഇതുപോലെ ഗ്രൂപ്പുകളായി ആളുകൾ പദയാത്ര നടത്തുന്നത് കണ്ടു. ഏതോ അമ്പലത്തിലേക്കാണ് എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അടുത്തുള്ള ഒരു ലോക്കൽ രാജസ്ഥാനി റെസ്റ്റോറൻറ്റിൽ നിന്നും അടിപൊളി പൂരി ഭാജിയും ആലു പറാട്ടയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ആമിർ ഫോർട്ടിലേക്കാണ് പോയത്. ആമിർ ഫോർട്ടിൻ്റെ അടുത്ത് എത്താറാകുമ്പോഴേക്കും ഇതുപോലെ സവാരി ആനകൾ ഒരുപാടെണ്ണം വരിവരിയായി പോകുന്നത് കണ്ടു. ഇവർ എല്ലാം തന്നെ കളർഫുള്ളായ ഫ്ലൂറസെന്റ് പെയിന്റ് കൊണ്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത പെണ്ണാനകളായിരുന്നു. ടൂറിസ്റ്റുകൾക്ക് ഇവരുടെ മോളിൽ കയറിയിരുന്ന ആമിർ ഫോർട്ട് ഒരു റൗണ്ട് അടിക്കാം. ആമിർ ഫോർട്ടിൻ്റെ അടുത്ത് എത്താറായപ്പോഴേക്കും നല്ല ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി അവിടുത്തെ ലോക്കൽ ഗൈഡിൻ്റെ കൂടെ ഒരു ഊടുവഴിയിലൂടെയാണ് മോളിലേക്ക് പോയത്. ഈ വഴിയിലൂടെ പോകുമ്പോൾ 2-3 അമ്പലങ്ങൾ കണ്ടു. പുരി ജഗന്നാഥ ടെമ്പിൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു നിർമ്മിതികളാണ് ഇവയെല്ലാം. ഇതെല്ലാം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏരിയകളാണ്. രജപുത് മഹാരാജാവായ രാജാ മാൻ സിംഗ് 1592 ഈ അംബർ ഫോർട്ട് നിർമ്മിച്ചത്. അംബർ ഫോർട്ടിനെ തന്നെയാണ് ലോക്കൽ ആളുകൾ ആമേർ ഫോർട്ട് എന്ന് വിളിക്കുന്നത്. ആമേർ ഫോർട്ടിനടുത്തായി കാണുന്ന ഈ ബിൽഡിങ്ങുകളെല്ലാം പണ്ട് കാലത്ത് ഈ അമ്പലങ്ങളിലെല്ലാം പൂജ കഴിച്ചിരുന്ന പൂജാരികളുടേതായിരുന്നു. ഇപ്പോൾ അവരുടെ തലമുറക്കാരാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെയെല്ലാം ചുറ്റിക്കാണാൻ വരുമ്പോൾ ഒരു ലൈസൻസ്ഡ് ഗൈഡിനെ കൂടെ കൂട്ടുന്നതാണ് എപ്പോഴും നല്ലത്. നല്ല ഫോട്ടോസ് എടുത്തു തരാനും അതുപോലെ ഇവിടുത്തെ ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് മനസ്സിലാക്കി തരാനുമെല്ലാം ഇവർ നല്ല എക്സ്പേർട്ടുകളാണ്. പക്ഷേ ഇവിടുത്തെ ലോക്കൽ കച്ചവടക്കാരുമായി ഇവർക്കെന്തോ ടൈപ്പ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ കടകളിൽ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ കമ്മീഷൻ ഇവർക്ക് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഊടുവഴികളിലൂടെ നടന്ന് കോട്ടയുടെ മുകളിലേക്ക് എത്തി. എൻട്രൻസിൻ്റെ ഇരുവശങ്ങളിലും ഇതുപോലെയുള്ള ചെറിയ കച്ചവടക്കാർ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്നത് കണ്ടു. എല്ലാം വിശദമായി തിരിച്ചു വരുമ്പോൾ നോക്കാമെന്ന് ഗൈഡ് പറഞ്ഞു. ഇവിടെ ഗൈഡുകൾക്കുള്ള ഒരു റേറ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1 മുതൽ 4 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ മിനിമം 400 രൂപയാണ് ഒഫീഷ്യൽ ഗൈഡ് ഫീസ്. അവിടുന്ന് ഒരു രാജസ്ഥാനി തൊപ്പി മാത്രം വാങ്ങി ഫോട്ടോസൊക്കെ എടുത്ത് മുകളിലേക്ക് നടന്നു. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ആമേർ ഫോർട്ട് ചുവന്ന മണൽക്കല്ലും മാർബിളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ മലമുകളിലൂടെ കാണുന്നത് ഈ കോട്ടയുടെ ചുറ്റുമുള്ള മതിൽക്കെട്ടാണ്. ഞങ്ങൾ ചൈനയിൽ പോയപ്പോൾ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയിലൂടെ നടന്നതൊക്കെ ഓർമ്മ വന്നു. ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഗൈഡ് തന്നെ പോയി ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ കോട്ടയുടെ ഉള്ളിലേക്ക് കടന്നു.
ഇതാണ് ശീഷ് മഹൽ. ആയിരക്കണക്കിന് ചെറിയ കണ്ണാടി കഷ്ണങ്ങൾ കൊണ്ട് അലങ്കരിച്ച ഈ കോട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഇതാണ്. അങ്ങനെ കോട്ടയുടെ ഉള്ളിലെ ദിവാനി ആം, ദിവാനി ഖാസ്, അതായത് രാജാവിൻ്റെ പൊതുജനസഭയും സ്വകാര്യ സഭയും അതുപോലെ സ്ത്രീകൾ താമസിച്ചിരുന്ന അന്തഃപുരവും എല്ലാം കാണിച്ചു തന്ന് പിന്നെ യുദ്ധസമയത്ത് രഹസ്യമായി രക്ഷപ്പെടാൻ അംബർ കോട്ടയും ജയഗഡ് കോട്ടയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കം, കോട്ടയിലെ മറ്റു പല രഹസ്യ ചിഹ്നങ്ങളും കഥകളും എന്നിവയെക്കുറിച്ചെല്ലാം വിശദമായി ഗൈഡ് പറഞ്ഞു തന്നു. അങ്ങനെ അവിടെ നിന്നും പുറപ്പെട്ടതിന് ശേഷം ഓൺ ദ വേ ഗൈഡിനെ ഒരു ഭാഗത്ത് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്തതായി പോയത് ഹാത്തി ഗാവ് അഥവാ എലിഫന്റ് വില്ലേജിലേക്കാണ്. അംബർ ഫോർട്ടിൽ നിന്നും വെറും 10 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ ഇവിടെ എത്താം. 2017 രാജസ്ഥാൻ വനം വകുപ്പ് ഹാത്തി ഗാവ് അല്ലെങ്കിൽ ഈ ആനഗ്രാമത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിച്ചത്. ഇവിടെ ആന സവാരി മാത്രമല്ല, ആനയ്ക്ക് ഭക്ഷണം കൊടുക്കലും ആനയുടെ കൂടെ കുളിക്കലും അതുപോലെ ആനയെ കൊണ്ടൊരു പെയിൻറ്റിങ് വരപ്പിക്കലും പിന്നെ ആനയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്, അതായത് കൂടെ നടക്കുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിനനുസരിച്ച് പാക്കേജ് റേറ്റ് ആണ് ഇവർ പറയുന്നത്. ഇതൊരു ഗവൺമെൻറ് സ്ഥാപനമാണെന്നുണ്ടെങ്കിലും ഇവിടെ ബാർഗെയിനിങ് നടക്കും. പണ്ടുകാലത്ത് ഇവിടുത്തെ രാജാക്കന്മാർ ആനകളെ യുദ്ധത്തിനായി ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇവിടെ റെസ്ക്യൂ ചെയ്തതും റീഹാബിലിറ്റേറ്റ് ചെയ്തതുമായിട്ടുള്ള ആനകളാണ് ഉള്ളത് എന്നാണ് തെറ്റായ ഒരു ധാരണയുള്ളത്. സത്യത്തിൽ ഇവിടുത്തെ ആനകളെല്ലാം തന്നെ ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നവയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗ്രാമീണർ ഇവരെ ഒരു ഉപജീവന മാർഗമായി കാണുന്നു. ഹാത്തി ഗാവിൽ നിന്നും അടുത്ത ടൂറിസ്റ്റ് സ്പോട്ടായ ജൽമഹലിലേക്കാണ് പോയത്. രജപുട്ട് മുഗൾ ശൈലിയിലാണ് ഈ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. 5 നിലകളുള്ള ഈ കൊട്ടാരത്തിന്റെ 4 നിലകളും തടാകത്തിന് അടിയിലാണ്. മുകളിലെ ഒരു നില മാത്രമാണ് വെള്ളത്തിന് മുകളിൽ കാണുന്നത്. ജൽമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകത്തിന് സമീപത്തായി ഇതുപോലെ കളർഫുൾ ആയിട്ടുള്ള കുറെ രാജസ്ഥാനി ഡ്രസ്സുകളെല്ലാം വെച്ചത് കണ്ടു. ഇവിടുത്തെ ലോക്കൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെതാണ് ഇതെല്ലാം. ഈ ആൽബത്തിൽ കാണുന്നത് പോലെയുള്ള ചിത്രങ്ങൾ നമുക്ക് ഈ ഡ്രസ്സുകളെല്ലാം അണിഞ്ഞ് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഡിജിറ്റൽ കോപ്പി വേണമെങ്കിൽ അതും അവർ അയച്ചു തരും. ജൽമഹലിലേക്ക് എത്താനായുള്ള ബോട്ട് സവാരിക്ക് സമയം ആയിട്ടില്ലാത്തതിനാൽ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചു. 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഡ്രസ്സിന് മുകളിലൂടെ തന്നെ ഇതെല്ലാം അണിയിച്ച് അവർ ഫോട്ടോ എടുത്തു തന്നു. ഒരു ഫോട്ടോ മതിയെന്ന് പറഞ്ഞാലും അവർ 10-40 ഫോട്ടോസ് എടുത്ത് നമ്മളെ കൊണ്ട് ഒരു മിനിമം 10 എണ്ണമെങ്കിലും എടുപ്പിക്കും. അങ്ങനെ ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണവും കഴിച്ച് അടുത്ത ഡെസ്റ്റിനേഷനായ ജന്തർ മന്തറിലേക്ക് പോയി. ജന്തർ മന്തറിലെ ഈ സെറ്റപ്പുകളും അതിൻ്റെ പ്രവർത്തനത്തിനെ കുറിച്ചുമെല്ലാം അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗൈഡിൻ്റെ ഫെസിലിറ്റി എടുക്കാം. ഈ സൺ ഡയലിൽ എങ്ങനെ നമുക്ക് സമയം നോക്കാം എന്നുള്ളതും ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചുമെല്ലാം ഗൈഡ് നല്ലോണം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അടുത്തു തന്നെ ഉണ്ടായിരുന്ന സിറ്റി പാലസിലേക്കാണ് പിന്നീട് പോയത്.
പണ്ടത്തെ റെസിഡൻഷ്യൽ പാലസസ് ആയിരുന്ന മുബാറക് മഹലും എല്ലാം ചുറ്റി നടന്ന് കണ്ടതിനു ശേഷം നടന്നെത്തിയത് ഹവാ മഹലിലേക്കാണ്. രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള പിങ്ക് സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഹവാ മഹൽ അഥവാ കാറ്റുകളുടെ കൊട്ടാരം, പാലസ് ഓഫ് വിൻഡ്സ് എന്ന അർത്ഥം വരുന്ന ഹവാ മഹൽ നിർമ്മിച്ചിരിക്കുന്നത് പിങ്കും ചുവപ്പും മണൽക്കല്ലുകൾ ഉപയോഗിച്ചാണ്. രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് പുറം ലോകവും നഗരത്തിലെ ആഘോഷങ്ങളും കാണാനായി പണിതീർത്തതാണ് ഈ 5 നില മാളിക. ഹവാ മഹലിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷം ഞങ്ങളെ കൊണ്ടുപോയത് ഈ മഹാറാണി മാർക്കറ്റിലേക്കാണ്. ഇവിടെ നിന്നും ചില രാജസ്ഥാനി ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വാങ്ങി അങ്ങനെ തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. ഡിന്നറിനായി ഈ വിരാസത്ത് ഹെറിറ്റേജ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. തികച്ചും ഒരു പാലസ് സ്റ്റൈലിൽ തന്നെയായിരുന്നു ഇവിടുത്തെ ആംബിയൻസ്. ഒരു രാജസ്ഥാനി റോയൽ വൈബിൽ തന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. സിൽവർ പ്ലേറ്റിൽ വിളമ്പിയ രാജസ്ഥാനി താലിയും കഴിച്ച് ഞങ്ങൾ ഹോട്ടലിൽ തിരിച്ചെത്തി.